നമസ്കാരം. C9 ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നിഷ റജി. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഈജിപ്ത് പാൻഡമിക് 40 ദിവസം പിന്നിടുന്നു. ആദ്യ മാതാപിതാക്കളായ ആദം ഹവ്വ ദമ്പതികളോട് കടക്കുപുറത്തെന്ന് ആജ്ഞാപിച്ച് സ്വർഗീയ കോടതി. ജോസഫ് തിരോധാനം പുതിയ വഴിത്തിരിവിലേക്ക്. അന്വേഷണം CBIക്ക് കൈമാറി. സിയോനിലേക്കുള്ള സെലക്ഷൻ ലിസ്റ്റ് പൂർത്തിയാകാറായി. കുട്ടികൾക്കും മുതിർന്നവർക്കും ആവേശമുണർത്തി PYPയുടെ ബാർബിക്യൂ നൈറ്റ്. വാർത്തകൾ വിശദമായി. ഈജിപ്ത് പാൻഡമിക് 40 ദിവസം പിന്നിടുന്നു. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ബാധകൾക്ക് സാക്ഷ്യം വഹിച്ച് ഈജിപ്ത്. 40 ദിവസങ്ങളോളം രാജ്യം പിന്നിടുമ്പോൾ ബാധകളിൽ തവള, പേൻ, നായീച്ച കൂടാതെ കൂരിരുട്ട്, കൽമഴ, മൃഗവ്യാധി എന്നിവയൊക്കെ ജനങ്ങൾക്ക് തീവ്രമായ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ കടിഞ്ഞൂൽ സംഹാരം എന്ന ബാധയാണ് രാജ്യത്തെ ബാധിച്ചിരിക്കുന്നത്. ഭരണാധികാരിയായ ഫറവോന്റെ ഹൃദയകാഠിന്യമാണ് ഈ ബാധകളൊക്കെ ഉണ്ടായതെന്ന് ദേശനിവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യ മാതാപിതാക്കളെ കടക്കുപുറത്ത് നിന്ന് ആജ്ഞാപിച്ച സ്വർഗീയ കോടതി. ജനനം കൊണ്ട് വ്യത്യസ്തരായ ആദം ഹവ്വ ദമ്പതികൾ തിന്നരുതെന്ന് പറഞ്ഞ പഴം പറിച്ചു തിന്നതിന് അറസ്റ്റിലായി. സസ്യലതാദികളാൽ സമ്പന്നമായ ഏദൻ തോട്ടത്തിന്റെ പരിപാലനത്തിനായി നിയമിക്കപ്പെട്ട ഇവർ തോട്ടത്തിന്റെ ഉടമസ്ഥനും ലോക സൃഷ്ടാവുമായ ദൈവം നൽകിയ എഗ്രിമെന്റ് ലംഘിച്ചു എന്നതാണ് അറസ്റ്റിന് കാരണം. തോട്ടത്തിലെ എല്ലാ ആദായം എടുക്കാമെന്നും നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നുമുള്ള കോൺട്രാക്ട് ഒപ്പിട്ട ശേഷം ഹവ്വ എന്ന യുവതി പഴം പറിച്ചു തിന്നു എന്നതാണ് ഇവർക്കെതിരെയുള്ള കേസ്. സംഭവം ഇങ്ങനെ: ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകളെ ആകർഷിക്കുന്ന ഏദൻ തോട്ടത്തിൽ പാപത്തിന്റെ സെയിൽസ്മാനായ പാമ്പ് എന്ന കൗശലക്കാരൻ വരികയും പഴം പറിക്കാൻ ഹവ്വയെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഗൃഹനാഥൻ ആ സമയം വീട്ടിൽ ഇല്ലായിരുന്നു. ഹവ്വ കഴിച്ചതിന് ശേഷം ബാക്കി പഴം തന്റെ ഭർത്താവിനും കൊടുത്തു. സംഭവം നടന്ന ഉടനെ തന്നെ പാമ്പ് കടന്നു കളഞ്ഞു. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇരുവർക്കും പറ്റിയ അമളി മനസ്സിലായത്. ദൃക്സാക്ഷികൾ ഇല്ലാത്തതിനാൽ ഇരുവരും കുറ്റം സമ്മതിച്ചിരുന്നില്ല. എന്നാൽ അഗ്നിജാലക്കത്ത് കണ്ണുള്ള CCTV ഇരുവരും ചെയ്തതിന്റെ എല്ലാ വിഷ്വൽസും ലഭിക്കുകയുണ്ടായി. തോട്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവം അന്വേഷണ സംഘത്തിന് ഈ വിഷ്വൽസ് കൈമാറി. അർദ്ധനഗ്നരായി കാണപ്പെട്ട ഇവർ സ്വന്തമായി അത്തീരകൾ കൊണ്ട് നാണം മറയ്ക്കാൻ ശ്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷ്വൽസ് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ സംഘം ഇവരെ ചോദ്യം ചെയ്യുമെന്നായപ്പോൾ ഒളിവിൽ പോകുകയായിരുന്നു. എന്നാൽ ടവർ ലൊക്കേഷൻ അനുസരിച്ച് ആ തോട്ടത്തിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തൽക്ഷണം തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ഇവരെ അല്പം മുമ്പ് സ്വർഗീയ കോടതിയിൽ ഹാജരാക്കി. സെക്ഷൻ 107 പ്രകാരം ഗൂഢാലോചന, പ്രേരണാകുറ്റം എന്നിവ ചുമത്തി പാമ്പിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. അനുസരണക്കേട് എന്ന വകുപ്പിലാണ് ദമ്പതികൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ജോസഫ് തിരോധാനം പുതിയ വഴിത്തിരിവിലേക്ക്. അന്വേഷണം CBIക്ക് കൈമാറി. C9 ന്യൂസ് എക്സ്ക്ലൂസീവ്. ജോസഫ് തിരോധാനത്തെ തുടർന്ന് അന്വേഷണത്തിൽ അസ്വാഭാവികത കണ്ടതിനെ തുടർന്ന് തുടർ ചോദ്യം ചെയ്യുന്നതിനായി യോസഫിന്റെ സഹോദരന്മാരെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വെക്കുവാൻ കോടതി ഉത്തരവിട്ടു. തെളിവിനായി ഹാജരാക്കിയ ജോസഫിന്റെ വസ്ത്രത്തിൽ മൃഗത്തിന്റെ ആക്രമണ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല എന്ന കാരണത്താലാണ് അന്വേഷണം പുനരാരംഭിച്ചത്. എന്നാൽ ഇനിയും ചില ചോദ്യങ്ങൾ ബാക്കി. മൃഗം ജോസഫിനെ ആക്രമിക്കുമ്പോൾ ദൃക്സാക്ഷികളായ സഹോദരന്മാർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ജോസഫിന്റെ ശരീരാവശിഷ്ടങ്ങൾ എവിടെ? വസ്ത്രത്തിൽ കണ്ട രക്തം ആരുടെ? നിഗൂഢതകൾ അവസാനിക്കുന്നില്ല. സിയോൻപുരിയിലേക്കുള്ള സെലക്ഷൻ ലിസ്റ്റ് പൂർത്തിയാകാറായി. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ തങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പരിശുദ്ധാത്മാവ് എന്ന മുദ്ര പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡില്ലാത്ത ആരെയും നിത്യസന്തോഷത്തിൽ പ്രവേശിപ്പിക്കുവാൻ അനുവദിക്കുന്നതല്ല എന്ന് സിയോൻപുരിയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ യേശുക്രിസ്തു അറിയിച്ചു. ഇനി ദോഹ IPC പ്രാദേശിക വാർത്തകൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആവേശമുണർത്തി PYPയുടെ ബാർബിക്യൂ നൈറ്റ് ഏപ്രിൽ 10 അൽഗേറിയ ഓപ്പൺ ബീച്ചിൽ നടത്തുകയുണ്ടായി. കർമേലിന്റെ കൊടുമുടിയിൽ ഏലിയാവ് നടത്തിയ യാഗത്തെ ഓർമ്മിപ്പിക്കും വിധം ദോഹ IPC അംഗങ്ങൾ ചേർന്ന് കനലിൽ ചുട്ട കോഴിയും കപ്പയും അടങ്ങുന്ന സ്വാദിഷ്ട ഭോജനം ഭക്ഷിച്ച് തൃപ്തരായി. അതിനോടൊപ്പം തന്നെ നടന്ന കായിക വിനോദ പരിപാടികളിലും എല്ലാവരും ഒരുപോലെ സംബന്ധിച്ചു. ഏകദേശം 250 പരം വിശ്വാസികൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതായി PYPയുടെ ഔദ്യോഗിക ഭാരവാഹികൾ അറിയിച്ചു. C9 ന്യൂസ് സ്പെഷ്യൽ എഡിഷൻ. C9 ന്യൂസിന്റെ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷനിൽ ദോഹ IPCയുടെ മുൻ സഭാംഗവും ഇപ്പോൾ ജോലിയോടനുബന്ധിച്ച് അയർലൻഡിലായിരിക്കുന്ന ഒരു കുടുംബം ചില ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വം.
ദേവദാസനും ദൈവസഭയും ക്രിസ്തുവിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ജോബി, എൻ്റെ ഭാര്യ സോന, എൻ്റെ മൂത്ത മകൻ ശാമുവേൽ, രണ്ടാമത്തെ മകൻ നെഹമ്യ. ഞങ്ങൾ കഴിഞ്ഞ 7 വർഷമായി അയർലൻഡിൽ ലുംണിക്കിൽ താമസിച്ചുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുകയും അതോടൊപ്പം ദൈവസഭയുമായിട്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. 2017 വരെ ഞങ്ങൾ ദോഹ IPCയിലെ വിശ്വാസികളായി അവിടുത്തെ സഭയിൽ ആരാധിക്കുകയും അവിടുത്തെ പുത്രികാ സംഘടനകളിൽ ഭാഗവാക്കുകളാകുകയും ചെയ്യാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അന്ന് അവിടെ ഞങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളൊക്കെയും കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചു. അതൊക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ സഭയിൽ ഞങ്ങൾ പ്രയോജനപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഞങ്ങളായിരുന്ന സമയങ്ങളിൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ദോഹ IPCയിൽ വന്നു. അവിടെ ആയിരുന്ന വർഷങ്ങളിൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവിടുത്തെ ദൈവസഭ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് ഈ ദേശത്ത് വന്നതിന് ശേഷം 2 അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ തന്നു. എന്നും ഞങ്ങൾ ദോഹ IPCയോട് ആ പ്രാർത്ഥനയോട് കടപ്പെട്ടിരിക്കും. ഞങ്ങള് മാസത്തിൽ ഒരിക്കലെങ്കിലും ദോഹ IPCയെ കുറിച്ച് പറയാതിരിക്കാറില്ല. ഞങ്ങൾ ഇന്ന് വന്നിട്ട് 7 വർഷത്തിൽ ഏകദേശം 7 വർഷത്തോളം ആയെങ്കിലും ഇന്നും ഞങ്ങൾ ദോഹ IPCയെ മിസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഓർക്കാറുണ്ട്. അതെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഓർമ്മയായിട്ട് അവശേഷിക്കുന്നതായിരിക്കും. അവിടുത്തെ എല്ലാ പുത്രികാ സംഘടനകൾക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു ജോബി ആൻഡ് ഫാമിലി. ഇനി കായികം. ഗലീല കടലിൽ നടന്ന മീൻപിടുത്ത മത്സരത്തിൽ പത്രോസിന് സെഞ്ചുറി. 153 മീനാണ് ലഭിച്ചത്. ഇന്നലെ സോദോം ഗോമോറയിൽ നടന്ന ഫാമിലി മാരത്തണിൽ ലോത്തും കുടുംബവും 1ാം സ്ഥാനത്ത്. എന്നാൽ ഓട്ടത്തിനിടയിൽ തിരിഞ്ഞു നോക്കിയ മിസ്സസ് ലോത്ത് ഉപ്പുതൂണായത് കുടുംബത്തിന് തിരിച്ചടിയായി. യേശുവിനെ അടക്കിയ കല്ലറയിലേക്കുള്ള ഓട്ട മത്സരത്തിൽ യോഹന്നാൻ 1ാം സ്ഥാനം. മത്സരത്തിന്റെ തുടക്കത്തിൽ 1ാം സ്ഥാനത്തായിരുന്ന പത്രോസിനെ നേരിയ വ്യത്യാസത്തിൽ പിന്തള്ളിയാണ് യോഹന്നാൻ 1ാമതെത്തിയത്. കാലാവസ്ഥ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇസ്രായേലിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ലെന്ന് പ്രശസ്ത പ്രവാചകൻ ഏലിയാവ് അറിയിച്ചു. മഴയ്ക്ക് മുമ്പായി ആകാശത്തിൽ കൈപ്പത്തി പോലെ മേഘം കാണുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവപുത്രനായ യേശുവിന്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് ദേശത്തെങ്ങും 3 മണിക്കൂർ പവർ കട്ട് ഉണ്ടാകുമെന്ന് വൈദ്യുതി ബോർഡിന്റെ മുന്നറിയിപ്പ്. ഒരേ സമയം സൂര്യനും പണിമുടക്കിൽ ആയിരിക്കും. ദേശനിവാസികൾ ജാഗ്രത പാലിക്കുക. അടുത്ത 40 രാവും 40 പകലും നീണ്ടു നിൽക്കുന്ന വൻ മഴയ്ക്കും ജലപ്രളയത്തിനും സാധ്യതയെന്ന് നീതിമാനായ പാസ്റ്റർ നോഹ മുന്നറിയിപ്പ് നൽകി. ഭൂമിയിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ പൊതുവെ വരണ്ടതും അത്യധികം തീയും ഗന്ധവുമുള്ള കാലാവസ്ഥയാണ് നരകത്തിൽ അനുഭവപ്പെടുന്നത്. വിശ്വാസികളുടെ ഇടയിൽ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം സൂക്ഷിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. തുടർന്ന് പാട്ട് വന്ന വഴി എന്ന പ്രോഗ്രാമുമായി സിസ്റ്റർ നിമ്മി അംബുജാഷൻ നമ്മോടൊപ്പം ചേരുന്നു.